ഞാൻ പറഞ്ഞത് ആൾക്ക് മനസ്സിലാവുണ്ടോ? ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. കണ്ട ഈ സ്ഥലം കണ്ട, ഇത് കുറുപ്പ് സാറിൻ്റെ സ്ഥലം. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ 65 സെൻറ്റ് സ്ഥലം. ഈ വഴി ഇതാ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സ്ഥലത്തേക്ക് ഈ കുറുപ്പ് സാറിൻ്റെ വഴി കൂടെ നമ്മളൊരു നടവഴിയാണ്, വളപ്പ് കൂടെ. അത് പണ്ട് കുറുപ്പ് സാറും നമ്മുടെ അച്ഛനും തമ്മിൽ വാക്കാനുള്ള കരാറാണ്. എൻ്റെ കാലം വരെ നിങ്ങൾ ഇതേ പൊയ്ക്കോ എന്നുള്ളത്. ആ വഴിയാണ് ഇപ്പോൾ കുറുപ്പ് സാറിൻ്റെ മകനും കൂട്ടരും കഴിഞ്ഞ ആഴ്ച വന്ന് കുത്തിക്കെട്ടിയത്. അപ്പോൾ ആ വഴി ഇപ്പോൾ അവിടെ അടയ്ക്കാതിരുന്നോണ്ട് ഇപ്പോൾ അവർക്ക് എന്താ ബുദ്ധിമുട്ട്? എടാ, അതിലിപ്പോൾ വഴി വന്നാൽ അവിടെ സെൻറ്റിന് എന്താ വില? 5 ലക്ഷം ഉറുപ്പ്യ കിട്ടും. ആ സ്ഥലത്തിന് വഴിയില്ലെങ്കിൽ ആ സ്ഥലം ആരെങ്കിലും മേടിക്കുമോ? മേടിക്കുമോ? അപ്പൊ വഴിയില്ലാത്ത സ്ഥലമാകുമ്പോ ആരും മേടിക്കാണ്ട് ചുളിവിൽ ഇവർക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് അവര് നമുക്ക് വഴി തരാത്തത്. അത് ശരി. അപ്പൊ ചുളിവിൽ ആ 65 സെന്റ് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അതിന്റെ അടുത്ത് നടക്കുവോ? അല്ല, ഇതൊക്കെ അമ്മാവനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇതൊക്കെ ഇതുപോലുള്ള പഴയ വഴികളും ഇതൊക്കെ ആണെങ്കിൽ ആദ്യമേ ഇതിന്റെ ആധാരമൊക്കെ ക്ലിയർ ആക്കി വെക്കണം. അത് ചെയ്യാതെ ഇപ്പം മാപ്പിട്ട് നോക്കിയിരുന്ന എന്താ കാര്യം? നീ ഒന്ന് പതുക്കെ പറയാം. അതിന് ആധാരത്തിൽ അതില്ലല്ലോ. അത് പണ്ടുള്ളവരൊക്കെ വാക്കാൽ സംസാരിക്കണതല്ലേ. ഉറപ്പ് സാറും അച്ഛനും തമ്മിൽ അത്ര ബന്ധമായിരുന്നു. ഞാൻ മരിക്കുന്നവരെന്താണ് എനക്ക് കുഴപ്പം അദ്ദേഹം നടന്നോ എന്ന് പറഞ്ഞു. അവ അങ്ങനെ അങ്ങോട്ട് ആവുമെന്ന് കരുതി. അതിലിപ്പോൾ ഞാനാ തെറ്റുകാരൻ? എന്നിട്ടിപ്പോൾ അവരെന്താ ലാസ്റ്റ് ചെയ്തത്? അവരെന്തായാലും വഴി വിട്ടു തരില്ല എന്നാ പറയുന്നത്. ആണോ? ഞാൻ തന്നെ വിളിക്കാൻ കാരണം ഇപ്പം ഈ 10-65 സെൻറ്റ് ഞാൻ കെട്ടിപ്പിടിച്ച് കിടക്കാനൊന്നും പോകണില്ല. എൻ്റെ പിറ്റകാലം നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാ. വയസ്സായവരാണെങ്കിൽ ഞങ്ങൾ സംസാരിച്ചേനെ. ഇതിപ്പോൾ എന്നെ പോലെ തലതെറിച്ച് ഒരുത്തനാണ്. അവനോട് ഞാൻ പറഞ്ഞു, എനിക്ക് അവൻ്റെ മുഖം കണ്ടുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, നിനക്ക് സംസാരിച്ചിട്ട് തീർക്കാൻ പറ്റുമെങ്കിൽ തീർത്ത് ആ സ്ഥലം എന്താ വെച്ചാൽ ചെയ്തോ. അവസാനം അമ്മാവനൊന്നും പറഞ്ഞില്ല, അത് വെറുതെ കളഞ്ഞു എന്ന് പറയരുത്. അതിനിപ്പോ കുറുപ്പ് സാറ് മരിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ പറഞ്ഞ മക്കൾ കേൾക്കൂലേ? മരിക്കണം എന്തിനാ? വയ്യാതെ കടന്നപ്പോഴേക്കും ഇതാ സ്വഭാവം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യല അമ്മാവാ, നമുക്ക് ഈ കുറുപ്പ് സാറായിട്ട് നേരിട്ട് പോയിട്ട് സംസാരിച്ചാലോ? എടാ, അതിനിതെങ്ങനെ കടന്ന് ശ്വാസം മരിക്കണമെന്നേ ഉള്ളൂ. അയാൾക്കൊന്നും ബോധം വിവരമില്ല. എന്നാ തട്ടിപ്പോവാന്നറിയില്ല. അപ്പൊ ആ വഴി അടഞ്ഞ്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീ അറിയില്ലടാ അയാളുടെ രണ്ടാമത്തെ മകനെ, ഇവിടെ ഉള്ളവനെ. എന്താ അവന്റെ പേര്? എന്താ പ്രവീണ? പ്രദീപ് ഗൾഫിലുള്ളവൻ. ഇത് പ്രവീണ്. മറ്റേ എന്താ ഇലക്ട്രിക്കലിന്റെ കടയൊക്കെ നടത്തണം. നീ അറിയോ അവനെ? അവനാണ്. അവൻ ഭയങ്കര വാശിക്കാരനാ പ്രവീൺ. അതാ ഞാൻ പറഞ്ഞ. അപ്പൊ നിങ്ങൾ ഈ തരക്കാരൊക്കെ ആകുമ്പോഴേ അത് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ നോക്കാത്. എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാമാവാം. ഞാൻ നോക്കാം. നീ നോക്കാൻ പറഞ്ഞിട്ട് ഒരു പോക്കാണ്ട് പോകും. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് കാണും. അത് ജോലി തിരക്ക് കാരണല്ലേന്ന്, അല്ലാതെ മനഃപൂർവ്വം വൈകിക്കണതാണോ? എടാ, ജോലി തിരക്കും പറഞ്ഞിട്ടാണ് ഇരുന്നാലേ ആ സ്ഥലത്തിന് വഴിയില്ലാണ്ടാവും. അത് വേണോ? അല്ല, അത് വേണ്ട. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും പെട്ടെന്ന് ഒരു മാർഗം കാണ്. അല്ലേ, അകത്ത് ഞാൻ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കുടിച്ചിട്ട് പോക്കോ. അയ്യോ, എനിക്ക് കഞ്ഞി ചോറൊന്നും വേണ്ട മാവാ. ഞാൻ പോവാ, എപ്പോഴേ നേരം വൈകി. എന്നാ ചെല്ല്. ഒരു ഉത്തരവാദിത്വം ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ തിരക്കാ. ആർക്ക് വേണ്ടിയിട്ടാ? അമ്മാവാ, പറഞ്ഞോ. ഉവ്വന്നേ, ഞാൻ ഈ ഓഫീസും തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ വിട്ടിട്ടില്ല. എൻ്റെ ഓർമ്മയിലുണ്ട്. അതായിക്കോട്ടെ. അല്ലേ, അവർ വേറെ എന്തെങ്കിലും പറഞ്ഞോ? പിന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടായോ? ഇല്ല അല്ലേ? ആയിക്കോട്ടെ. ഞാൻ വേഗം വരാം, ഒരു ദിവസം വരാം. ആയിക്കോട്ടെ. ശരി. എന്താ അമ്മാവനാണ് ആ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ വഴിയില്ലാത്ത സ്ഥലം. അപ്പൊ അവരുമായിട്ട് വീണ്ടും സംസാരിക്കണം എന്ന്. ഇതിപ്പോ അങ്ങേരുണ്ടായിരുന്ന സമയത്താണ് വലിയ കുഴപ്പമില്ല. ഇതിപ്പോ മക്കളാണ്. മക്കളിപ്പോ വഴിയൊക്കെ എന്തൊക്കെയോ പ്രശ്നമാണ്, നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് അടച്ചു. ഞാൻ എന്ത് പോയിട്ട് സംസാരിക്കാനാണ്? എനിക്ക് മനസ്സിലാവും. ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ എപ്പോ പോവാ? ഒരു കാര്യം ഞാൻ പറയാം. അവിടെ അമ്മാവും മാത്രമേ ഉള്ളൂ, നമ്മളേ ഉള്ളൂ മക്കളായിട്ട്. അപ്പൊ നമ്മൾ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കും. ഇല്ല, അങ്ങനെയില്ല. അപ്പൊ ഏതായാലും ഇപ്പൊ ആ സ്ഥലമൊക്കെ നിങ്ങൾക്കൊക്കെ തന്നെ അല്ലടാന്നൊക്കെ അമ്മാവൻ പറയണത്. പിന്നെ ഒരു പ്രശ്നം വരുമ്പോ നമ്മളല്ലേ കൂടെ നിൽക്കണ്ടത്. തന്നെയല്ല, അവിടെ വഴി വരണത് നല്ലതല്ലേ? വഴിയില്ലാത്ത സ്ഥലം കിട്ടിയിട്ട് എന്തിനാ? വഴിയില്ലെങ്കിൽ പിന്നെ ആ സ്ഥലത്തിന് ഒരു വിലയില്ലതാനും. അതാ പറഞ്ഞേ. ആ ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ചെല്ല്. ആ ഫാസിലിനെയും കൂട്ടിക്കോ. ഫാസിലാവുമ്പോ തഞ്ചത്തിന് കാര്യങ്ങളൊക്കെ സംസാരിച്ചോളൂ. കേട്ടോ? ശരി. മടി വിചാരിക്കരുത്. ഇല്ല. ഇത് ഹൈവേ. ഇവിടെയല്ലേ ഹൈവേ വരുന്നത്? ഇപ്പോഴോ? ഇത് ഹൈവേ. ഇത് ഹൈവേ.
ഇത് അമ്മാവൻ്റെ അല്ല ഇത് KP കുറുപ്പിൻ്റെ സ്ഥലം. KP കുറുപ്പ് ഹൈവേയുടെ ഫ്രണ്ടിലുള്ളത്. ഇത് 70-75 സെന്റ് സ്ഥലമുണ്ട്. ഇവിടെ അമ്മാവന് ഒരു 65 സെന്റ് സ്ഥലമുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ സൈഡിലൂടെ ഒരു ചവിട്ട് വഴി ഉണ്ടായിരുന്നു ആദ്യം. പണ്ട് ആളുകളൊക്കെ നടന്നു പോയിരുന്ന വഴി. ഇതാണ് ശരിക്കും ഇതിലേക്കുള്ള വഴി, വേറെ വഴിയില്ല. ഇവിടെ ഇപ്പം എന്താണെങ്കിൽ അവർ വലിയ എന്തോ കെട്ടിടോ വലിയ എന്തോ ഫ്ലാറ്റോ അങ്ങനെ എന്തോ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരിപ്പോൾ എന്താ ചെയ്തത് വെച്ചാൽ ഈ വഴി അവരങ്ങോട്ട് അടച്ചു. മര്യാദകളല്ലേ? അപ്പോൾ ഈ വഴി അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലത്തേക്ക് വഴിയില്ല. അതിപ്പോ ഈ അമ്മാവൻ ഒറ്റാൻ തടിയല്ലേ, എന്തേലും ചുളു വിലക്ക് അടിച്ചെടുക്കാനായിരിക്കുള്ളൂ വഴി അടച്ചു കഴിഞ്ഞാൽ. പക്ഷെ അത് ഈ അമ്മാവൻ 2-3-4 പ്രാവശ്യമായിട്ട് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെല്ലണം എന്നൊരു വഴി പ്രശ്നം ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവര് ചില്ലറക്കാരല്ലാട്ടാ, നമ്മൾ സംസാരിച്ച് അവർ ഒതുങ്ങൂല. ഈ കുറുപ്പ് സാറെന്നൊക്കെ പറഞ്ഞാൽ നല്ല പിടിപാടുള്ള ആളുകളാണ്. പിന്നെ അവർ പറഞ്ഞ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഇപ്പൊ ഇതിലെ കൊടുക്കണ വഴിയുണ്ടല്ലോ, ഇതിന് പകരം അല്ല ഇത് എത്ര ലിൻസ് ഉണ്ട്? എത്ര ലിൻസ് ഉണ്ടാവും? ഇത് ഇത്ര വെറുതെ ചവിട്ട് വഴി തന്നെയുള്ളൂ, നടക്കാനുള്ള വഴിയുള്ളൂ. അപ്പൊ രേഖയൊന്നുമില്ല, അവകാശമൊന്നുമില്ല നമുക്ക്. അവകാശമൊന്നുമില്ല, കാരണന്മാരായിട്ട് നടക്കുന്ന ഒരു വഴിയാണ്, പണ്ടായിട്ട് നടക്കുന്ന വഴി. പിന്നെ പകരം വേണമെങ്കിൽ വേറെ ഏതോ സൈഡിൽ കൂടെ വന്ന് വരാം. പിന്നെ ഒരു പാടത്ത് കൂടെ ഒക്കെ കയറണം അതിന്റെ മുകളിൽ. അത് സമ്മതിക്കരുത്. ഇപ്പേ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തിയിട്ട് ഈ വഴി നിലനിർത്താൻ നോക്കണം. അല്ലെങ്കിൽ പിന്നെ ഒരു ബുദ്ധിയുള്ളത് ഇവിടെ നിന്ന് നമുക്ക് തന്നെ വഴിക്കുള്ള സ്ഥലമില്ലേ, അത് അമ്മാവന്റെ ഈ സൈഡിൽ നിന്ന് അവർക്ക് കൊടുത്താൽ മതി ഫ്രീ ആയിട്ട്. അതിനവര് സമ്മതിക്കോ? അവര് സമ്മതിപ്പിക്കണം നയത്തിൽ പറഞ്ഞിട്ട്. അവര് അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോ ഇവിടുന്ന് ഒരു 5 സെന്റ് സ്ഥലം വഴിക്ക് വരുന്നു വിചാരിക്കും. 5 സെന്റ് സ്ഥലം വഴിക്ക് വരും. അമ്മാവന് വേണമെങ്കിൽ ഇവർക്ക് ഇതിനോട് ചേർന്നിട്ട് ഒരു 10 സെന്റിന് കൊടുക്കാം. എന്നാലും അങ്ങേർക്ക് നഷ്ടം വരില്ല. ഇല്ല, നല്ല വഴി വന്ന വിലയായില്ലേ. പക്ഷെ അതിന് ഇവര് സമ്മതിക്കില്ലല്ലോ, ഇവര് വലിയ പാർട്ടിയല്ലേ. നേരായ വഴിക്ക് പോയാൽ അവര് സമ്മതിക്കൂല. അതിന് വേറൊരു ഐഡിയ ഉണ്ട്. നമ്മുടെ ഏയുടെ അമ്മാവന്റെ മോളെ കെട്ടിയേക്കണത് ഈ കുറുപ്പ് സാറിന്റെ ഒരു മോനാണ്, മനസ്സിലായ? അപ്പൊ നമുക്ക് ഏയിനെ കൊണ്ട് പോയിട്ട് ബന്ധുക്കാരെ കൊണ്ട് സംസാരിപ്പിച്ചാൽ ചിലപ്പോൾ ഇത് നടക്കും. നേരായ വഴിക്ക് നടക്കൂല. നമ്മൾ പറഞ്ഞാൽ സംസാരിക്കുമല്ലേ? ഏയായിട്ട് നല്ല അടുപ്പത്തിലാണ്, അവർ ബന്ധുക്കളുമാണല്ലോ. അപ്പൊ കനകന്റെ അമ്മാവന്റെ ഒരു ആവശ്യമാണ്, അമ്മാവന്റെ കാലശേഷം എനിക്ക് കിട്ടാനുള്ള ഒരു ഭൂമിയാണെന്നൊക്കെ പറഞ്ഞാൽ നടക്കും. ഇതാ ഫോൺ വന്നപ്പോ ഉണ്ടായില്ലേ സ്പീഡ്. ഇല്ല, എനിക്ക് കാര്യം മനസ്സിലായി നടരായ. പിന്നെ ക്ലീറ്റോയുടെ കളി ഞാൻ വിളിക്കാൻ നടരായനെ. വെച്ചാരെ വിവരങ്ങളൊക്കെ അറിഞ്ഞോ? വായിച്ചോണ്ടിരിക്കാം. ഇതിലേ റെഡി. ഇങ്ങനെ പോണെങ്കിൽ ഈ വാർത്ത ഇതിനകത്ത് വരും. നിന്റെ ആംഗിളേ ഉണ്ടല്ലോ, അവനെ ഞാൻ കൊന്നുവന്ന്. എന്താ പ്രശ്നം? നിന്റെ അമ്മാവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ല. നിന്റെ ആങ്ങളെയോ? അവനെന്നും വർത്താനം പറഞ്ഞല്ലേ. അല്ലാതെ മറ്റു പ്രശ്നങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് മാത്രമേ ഈ വീട്ടില് പ്രശ്നമുള്ളൂ, വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. നിന്റെ അമ്മാവന്റെ അവിടുത്തെ വസ്തു പ്രശ്നം ഉണ്ടല്ലോ, അത് സോൾവ് ചെയ്യാനായിട്ട് ആങ്ങളെ പോയേക്കുക. എന്താ കുഴപ്പം? ആരെങ്കിലും സോൾവ് ചെയ്യണ്ടേ? അതെന്താണ് എന്നെ കൂടെ അറിയിച്ച എന്താടി കുഴപ്പം? എടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ ഒരു പൊതുപ്രവർത്തകനാണ് ഏറ്റവും നല്ലത്. നിന്റെ ഈ പോസ്റ്റ് കാരണം പോയി അവിടെ എന്ത് ചെയ്യാനാണ്? ക്ലീറ്റോ അതിപ്പോ മനഃപൂർവ്വം ചെയ്തതൊന്നും ആയിരിക്കില്ല. ക്ലീറ്റോന് എപ്പോഴും തിരക്കല്ലേ പാർട്ടിക്കാരിയായിട്ട്, അതുകൊണ്ട് അറിയിക്കണ്ടെന്ന് വെച്ചതായിരിക്കും. ഈ കാര്യത്തിലേ ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റി വെക്കും. കാരണം നമുക്കൂടെ അവകാശപ്പെട്ട സ്ഥലമാണ്. ഇതാവുമ്പോ ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ എന്തൊക്കെ മണ്ഡലങ്ങൾ എഴുന്നള്ളിക്കാൻ പോയെന്ന് ആർക്കറിയാം? പിന്നെ അവൻ മണ്ടത്തരം പറയാൻ കൊച്ചു വെച്ചാണ്. പിന്നെ വളർന്നുള്ളതേ ഉള്ളു, അതിനകത്ത് ഒന്നുമില്ല തലയ്ക്കകത്ത്. ചെയ്യാൻ പറഞ്ഞ അങ്ങനെ അങ്ങ് വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ അമ്മാവനാവുന്ന വേലയാണ് കാണിച്ച് എന്നോടൊരു വാക്കറിയിക്കാതെ. അതെ, ഇതെന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ആരെ കാണണമെന്നും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നും ഈ ക്ലീറ്റോയ്ക്ക് അറിയാം. ക്ലീറ്റോ ഈ പ്രശ്നം ഏറ്റെടുത്ത് കഴിഞ്ഞു. പ്രശ്നം തീർന്നല്ലോ. ഇനിയിപ്പോ എന്താ കുഴപ്പം? Alien versus Alien.